നാളത്തെ കാര്യം എങ്ങനെയാ? എന്ത് സംഭവിച്ചാലും ഈ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മ ഇങ്ങോട്ട് വന്നാലോ? അമ്മ വരികയാണെങ്കിൽ അന്നത്തെ പോലെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് അമ്മയോടൊപ്പം പറഞ്ഞു വിടരുത്. നിങ്ങൾ അങ്ങനെ ചെയ്ത അമ്മയോടൊപ്പം പോകുന്ന വഴി ഞാൻ എവിടെയെങ്കിലും ചടി ചത്തു കളയും. അനു, ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? ഞങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയോ? അനു, നിനക്കിത് പറയാൻ എങ്ങനെ തോന്നി? നീ അതിന് ശ്രമിച്ചാലും ഞങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ നിനക്കതിന് കഴിയില്ല അനു. നമ്മള് ധർമ്മസങ്കടത്തിലായല്ലോ. എന്തു പറ്റി എല്ലാവർക്കും? മൗനവ്രതാണോ? നീ ഇപ്പൊ ഇതിനകത്ത് വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. നിങ്ങളാരും എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ. 3-4 ദിവസത്തിന് ശേഷം തിരികെ വന്ന നിങ്ങളുടെ കൂട്ടുകാരനോട് എന്തെങ്കിലും വിശേഷം ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നിയില്ലേ? നീ വന്നത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ വന്നു കയറിയപ്പോ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതി. അതുകൊണ്ട് ഞാൻ മാറിയെന്ന്. നീ എന്റെ കൂടെ വന്നിട്ട് ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിച്ചു. ഇനി എന്ത് സർപ്രൈസ്? ഞാൻ വരുന്നതിന് മുമ്പേ താൻ എല്ലാ കാര്യം ഇവരോട് പറഞ്ഞില്ലേ? കഴിച്ചോ? ഇന്ന് ലോകം അവസാനിക്കുമല്ലോ. മേഘയ്ക്ക് എന്നോട് വല്ലാത്ത സ്നേഹമാണല്ലോ. നീ ഇല്ലാത്തോണ്ട് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. നീ കഴിക്കുന്ന നല്ല രസാ. നീ വന്നിട്ട് ഇത്രയും നേരം എന്തെടുക്കായിരുന്നു? എത്ര പേരുടെ കണ്ണു വെട്ടിച്ച് ഇതിനകത്ത് വരാൻ കഴിയ? അമ്പിളി ചേച്ചി, മന്ദാകിനി ചേട്ടത്തി, നിങ്ങളുടെ ശത്രുക്കൾ അലീന ഗ്യാങ്, ഇവരുടെയൊക്കെ കണ്ണിപ്പെടാതെ ഒളിച്ചു നിൽക്കായിരുന്നു ഞാൻ. അതാ ഇങ്ങോട്ട് വരാൻ ലേറ്റ് ആയത്. അനു, താനെന്താ മിണ്ടാ നിൽക്കുന്നത്? തനിക്ക് എന്നോടൊന്നും ചോദിക്കാനില്ലേ? അല്ല, അനു എന്തിനാ കരയുന്ന? നിങ്ങളെല്ലാരും അനുവിനെ വഴക്കു പറഞ്ഞോ? വൃന്ദേ, അനുവിന് എന്താ പറ്റിയേ? ഒരു പ്രശ്നമുണ്ട്. അനു പഴയ പോലെ വീണ്ടും ഒരു പ്രശ്നത്തിലാ. അനുവിന്റെ അമ്മ വന്നു. ഈ ചാൻസ് അയാൾ പാഴാക്കി. നമ്മൾ പ്രതീക്ഷിച്ച ഒന്നും നടന്നില്ല. ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ടും രുദ്രന് വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. കഷ്ടമായിപ്പോയി. വൃന്ദയെ ശരിപ്പെടുത്താൻ രുദ്രനെ ഏൽപ്പിച്ചത് മണ്ട തീരുമാനമായി. രുദ്രനെ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് നിരാശയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. രുദ്രനെ വിളിച്ചപ്പോ അയാൾ എന്തു പറഞ്ഞു? അയാൾക്ക് വൃന്ദയെ പിടിച്ചോണ്ട് പോവാൻ കഴിയാത്തത് എന്താ? രുദ്രൻ പോയില്ല, താടിക്കാരൻ ഇഷാനാ പോയത്. അവന് ആരോ റോഡിലെ മരത്തിൽ തല കീഴായി കെട്ടി തൂക്കിയെന്നു. ഇഷാന മരത്തിൽ കെട്ടി തൂക്കിയതാരാ? രുദ്രൻ ടീമിന്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും. ഇഷാൻ അങ്ങനെ സംഭവിച്ചതുകൊണ്ടാ അവർക്ക് വൃന്ദയെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയാതിരുന്നെന്നാ പറയുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. 5 സുന്ദരികളിൽ ഒന്നിനെ പോലും നമുക്ക് തൊടാൻ കഴിയുന്നില്ല. അവരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണല്ലോ. അതിന് 5 സുന്ദരികള് ബാലികേറ മലയൊന്നും അല്ലല്ലോ. അവരെന്തെങ്കിലും ചെയ്യാനേ രുദ്രനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഇക്കാര്യത്തിന് നമ്മൾ രുദ്രനെ ആശ്രയിക്കുന്നില്ല. 5 സുന്ദരികൾ 5നെയും നമ്മൾ നേരിട്ടാ വകവരുത്താൻ പോകുന്നത്. അവരെ എങ്ങനെ വകവരുത്തും? അവരെ അടിച്ചൊതുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉണ്ട്. 5 സുന്ദരികളെ പണിയാൻ ചില പ്ലാനുകൾ എന്റെ മനസ്സിലുണ്ട്. 5നെയും ഒന്നൊന്നായി ചവിട്ടി കൂട്ടും ഞാൻ. എന്താണ് പറ്റിയത്?
തലക്കാരോ അടിച്ചിട്ട പോലെ പെട്ടെന്നൊരു മിന്നൽ പിടുത്തം. പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ ചോദിച്ചാ ഞാൻ എന്ന് പറയാനാ? ഞാൻ ഡോക്ടറാണോ? നോക്കി നിൽക്കാതെ ഒന്ന് തടവി താടി. ആ, ആ, പതുക്കെ പതുക്കെ. ആ, അയ്യോ. എന്നിട്ട് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അന്നത്തെ പോലെ അനുവിനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനാണോ നിങ്ങളുടെ തീരുമാനം? ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. മാം വന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങൾ ഈ കാര്യം അറിയുന്നത്. അന്നത്തെ പോലൊരു സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിന് ഇവളെ അമ്മയോട് സംസാരിക്കണമെന്ന് മാം പറഞ്ഞു. ഇവളെ അമ്മയെ വിളിക്കാതിരുന്ന അവര് ചിലപ്പോ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അമ്മേനെ ഇങ്ങോട്ട് വരുത്താതിരിക്കുന്നതാ നല്ലത്. അനു, നീ അമ്മയെ അങ്ങോട്ട് വിളിച്ച് കാര്യം പറ. ഞാനെന്ത് പറയാനാ? ഞാൻ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞ അമ്മ ഇവിടെ വരും. ഇല്ലനു, അന്നത്തെ പോലെ തന്നെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ തന്റെ അമ്മയ്ക്കാവില്ല. ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്റെ സമ്മതമില്ലാതെ തന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ആരും വരില്ല. ഞാൻ തന്നെ വിട്ടുകൊടുക്കില്ല. ആരവ്, നിനക്ക് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാനാവും? നീ പുറത്തു വന്നാ പിടിക്കപ്പെടില്ലേ? അനുവിനെ ഇവളുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ. എന്നിട്ട് എന്നെ ആരെങ്കിലും പിടികൂടിയോ? ഇവിടെ അതേ സംഭവിക്കൂ. ആരവേ, എന്റെ കാര്യത്തിൽ ഇടപെട്ട് നീ പ്രശ്നത്തിലാവരുത്. അമ്മ എന്തായാലും വരും. അനു, തന്നെ തന്റെ അമ്മ വീട്ടിലേക്ക് വിളിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, ഇവർക്ക് എല്ലാവർക്കും അറിയാം. ആ വീട്ടിലേക്ക് താനിപ്പോ പോവരുത്. തന്നെ തടവറയിലിടാൻ തന്റെ വീട്ടുകാര് പഴയ സമീപനം തന്നെ മാറ്റിയേക്കാം. താൻ അതിൽ മയങ്ങി പോരുത്. അങ്ങനെ താൻ പോയാ തന്റെ ജീവിതം തന്നെ അപകടത്തിലാവും. ആരവേ, ഇവളെന്തായാലും അങ്ങോട്ട് പോകുന്ന കാര്യം ആലോചിച്ചിട്ടില്ല. ഇവള് അങ്ങോട്ട് ചെല്ലാത്തോണ്ട് ഇവളുടെ അമ്മ ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ ഞങ്ങളുടെ പേടി. നിന്റെ അമ്മ ഇവിടെ വന്നാ എങ്ങനെ നേരിടണമെന്നും കൂടി ആലോചിച്ച് വെക്കണം. അമ്മയാ? നീ കോൾ എടുക്ക. അനു, നീ കോൾ എടുക്ക്. വേണ്ട, എനിക്ക് സംസാരിക്കണ്ട. എന്തിനാ വിളിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ എന്തിനാ എടുക്കുന്നേ?